US പറയുന്നു ഞങ്ങൾ ജയിക്കുവാണ്, ഇറാൻ പറയുന്നു ഞങ്ങൾ ജയിക്കുവാണ്. നമുക്ക് അതുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വേണം. ലോകത്ത് ബാക്കിയുള്ളവർക്കും ജയിക്കണമല്ലോ. സോ ഇറാൻ്റെ വാറ് നമ്മൾ ഒരു ദിവസം കേട്ടു, വാർ നിന്നു, വേൾഡ് കപ്പ് എത്തി, എല്ലാം സംഭവം തീർന്നു പറഞ്ഞു. then വീണ്ടും വാർ സ്റ്റാർട്ട് ചെയ്തു. ഓയിൽ പ്രൈസ് പഴയതുപോലെ തന്നെ നിൽക്കുന്ന $100 ബാരൽ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കാനഡയിൽ ഇതിൻ്റെ റേറ്റ് 1.8 ആയിരുന്നു ഇന്ന് രാവിലെ നോക്കിയപ്പോൾ. വീണ്ടും പഴയതുപോലെ തന്നെ വാറും സംഭവം പോകുന്നു. പുതിയ അപ്ഡേറ്റ്സ് പറയുന്നു, US പറയുന്നു ഞങ്ങൾ ജയിക്കുവാണ്, ഇറാൻ പറയുന്നു ഞങ്ങൾ ജയിക്കുവാണ്. ഇറാൻ റീസെൻ്റ്ലി എവിടെയാണ് സ്ട്രൈക്ക് ചെയ്ത്, അവർ നമ്മുടെ CA അല്ലോ എവിടെയോ ഇൻ്റലിജൻസ് ഏതൊരു സ്ഥലത്തൊക്കെ അവർ സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ ഇറാൻ അവരുടെ പവർ കാണിക്കുന്നു, US അവരുടെ പവർ കാണിക്കുന്നു. ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ ഷിപ്പിൽ അവർ അറ്റാക്ക് ചെയ്യുന്നതനുസരിച്ച് ഓരോ ബ്രിഡ്ജ് അവർ അടിച്ചിടുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഫുൾ ഫോഴ്സിൽ വാർ. അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 62% എന്താ ഫുള്ള് ഓയില് നമ്മുടെ കയ്യിലാണ്, വെനസ്വേലയും കൂടെ ഉള്ളപ്പോൾ നമുക്ക് അതുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വേണ്ടെന്ന്. അതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ പുള്ളി പറഞ്ഞ വെനസ്വേലയും US-ഓടെ കൂട്ടിയിട്ട് വേൾഡിന്റെ 62%. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അവർക്ക് കാര്യമാണെന്ന് പറഞ്ഞാൽ ലോകത്ത് ബാക്കിയുള്ളവർക്കും ജയിക്കണമല്ലോ. ഇപ്പൊ അവരുടെ സ്വന്തം ഇത് നോക്കിയിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതൊരു പൂളല്ലേ, അതായത് ഇതിന്റെ എന്ന് പറഞ്ഞാൽ 12% വരെ ഇറാന്റെ ഓയിൽ, ബാക്കി എല്ലാവരുടെ കൂടെ ചേരുമ്പോൾ 100% ആകുന്നത്. പക്ഷേ ഇറാൻ്റെ അപ്പോഴത്തേക്കും പോകുമ്പോൾ തന്നെ ഓയിൽ അവർക്കത് മതിയെങ്കിൽ തന്നെ അവരുടെ ഉൾപ്പെടെ എല്ലാവരുടെ വില കൂടത്തല്ലേ ഉള്ളൂ. കിട്ടുമായിരിക്കും, ഓയിൽ കിട്ടുമായിരിക്കും, പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഗോൾഡ് എനിക്കൊന്നും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വേണമെങ്കിൽ US-ന് കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും. 62% വേൾഡിന്റെ ഫുൾ ഓയിൽ ഉണ്ട് അവർ പറയുവാണെങ്കിൽ. അപ്പോൾ ബാക്കിയുള്ള രാജ്യത്തുള്ള എല്ലാവരും സമ്മതിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ ശരിയാന്നല്ല ഞാൻ പറയുന്നത്. ഇവര് തന്നെ പ്രൈസ് കൂട്ടിയിട്ട് പറഞ്ഞത് അഹങ്കാരമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവര് കാരണമാണ് പ്രൈസ് കൂടിയത്. എന്നിട്ട് ഇവര് പറയാം ഞങ്ങളുടെ ഇത്ര ഉണ്ട്, ഇനി നിങ്ങളെ കൂട്ടിയ പ്രൈസ് ഞങ്ങളെ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞാലും. ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ളത് വെനിസ്വേല തന്നെ, പിന്നെ സൗദി അറേബ്യ കഴിഞ്ഞിട്ടാണ് ഇറാൻ വരുന്നത്. അത് കഴിഞ്ഞ് കാനഡ, ഇറാഖ്, UAE. കാനഡയൊക്കെ ഉണ്ട് കേട്ടോ, അറിയിക്കണം. പക്ഷെ കാര്യമില്ല, സേവ് ചെയ്ത് വെച്ചതല്ല, റിഫൈനറീസ് ഇല്ല, സേവ് ചെയ്ത് ഇവിടുന്ന് എടുത്തിട്ട് US കൊടുക്കും, എന്നിട്ട് നമ്മൾ ഡബിൾ വിലക്ക് അല്ലെങ്കിൽ US എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കേട്ടിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ട്രംപ് പറഞ്ഞ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ എത്ര ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുന്നോ അത്രയും ഒന്നീ പവർ പ്ലാന്റോ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് US അറ്റാക്ക് ചെയ്യുന്നു, ബോംബ് ഇടുന്നു. അത് സ്റ്റിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിന് വേണ്ടി ട്രംപ് നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് വേണം അത്, പക്ഷെ പുള്ളിക്ക് കിട്ടുന്നില്ല എന്നുള്ളൂ. പക്ഷേ സ്ട്രേറ്റ് ഓഫ് എന്തിനേ പോകുമ്പോട്ടെ, സ്ട്രേറ്റ് ഓഫ് ഹോംസ് വാറിന് മുമ്പ് തുറന്നിടുന്ന സാധനം, ആർക്കും എവിടെയും പോയായിരുന്നു, ബോംബില്ല, ഒന്നുമില്ലായിരുന്നു. ഇവര് തന്നെയാണ് നടപ്പിച്ചത്. ഞാനിപ്പോ പറയാം അതിനെ തുറന്നില്ലെങ്കിൽ ഞങ്ങള്. ഞാനിട്ട സംഭവം അതല്ലായിരുന്നു. അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസി, അതായത് ഇത് ചൈനീസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇനി പെട്രോൾ ഡോളർ മാറ്റി യുവാനിലേക്ക്, ബാക്കി ചൈന, റഷ്യ, ഇന്ത്യ, ഇറാൻ എല്ലാവരും ഇനി യുവാനിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അതാണ് അവർ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഇത്. പക്ഷെ അത് പോസിബിൾ ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പോസിബിൾ ആണ്, ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇറാനിൽ നിന്ന് മാത്രമാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ തന്നെ ഇറാനിൽ നിന്ന് മാത്രമല്ലല്ലോ എടുക്കുന്നത്, ഓയിൽ എടുക്കുന്നുണ്ട്, എല്ലായിടത്തും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊരു പൂളായ സ്ഥിതിക്ക് ഡോളറിൽ നിന്ന് യുവാനിലേക്ക് അത്ര ഈസി ആയിട്ട് ഇപ്പോൾ ഡോളർ യുവാനോട് നോക്കാനാണെങ്കിൽ $1 എന്ന് പറഞ്ഞാൽ 6.7 യുവാനാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ ചൈനയ്ക്കാണെങ്കിൽ ഒരു 1.2 ട്രില്യൺ അസറ്റ് ഉണ്ട് US അപ്പോൾ ഡോളറിന്. അതായത് അവർ ഇങ്ങനെ ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും എമൗണ്ടിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ റിസർവിൽ നിന്ന് എടുക്കുന്നത്. അതിന് അവർ ഒരുമാതിരി എന്താ പറയുക, ഫിക്സഡ് ഇട്ടേക്കുന്ന പോലെ അവിടെ. അപ്പോൾ അത് അങ്ങനെ യുവാനിലേക്ക് മാറ്റുമ്പോൾ ഈ എമൗണ്ട് മൊത്തം, ഇന്ത്യക്കാണ് 200 ബില്യൺ ഉണ്ട്, റഷ്യക്കും ചെറിയ എമൗണ്ട് ഉള്ളൂ, 100 മില്യൺ എന്താണ്ടേ ഉള്ളൂ. അവരിത് മൊത്തം യുവാനിലേക്ക്, ചൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇറാൻ്റെ മാത്രം പെർമിഷൻ പോരാ, ഈ ഓയിൽ പൂളിലുള്ള എല്ലാ കൺട്രിയുടെയും പെർമിഷൻ വേണം. സൗദി അറേബ്യ വേണം, ഇറാഖ് വേണം, UAE വേണം, എല്ലാവരുടെയും വേണം. അപ്പോൾ അത് അത്ര ഈസി ആയിട്ട് പോസിബിൾ ആണ് നിങ്ങൾക്ക്. പക്ഷെ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർക്ക് ട്രേഡ് ചൈനീസ് കറൻസിയിലോട്ട് ആക്കണം. അതിപ്പോൾ എഗ്രി ചെയ്യുന്ന ഈ 1-2 കൺട്രീസിന് ഓക്കെ ആണെങ്കിൽ അവർക്ക് അത് ചെയ്തുകൂടെ? അത് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതാ പറഞ്ഞേ, ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇത് പെട്ടെന്നുണ്ടായതല്ലല്ലോ. ഇത് എനിക്ക് വർഷങ്ങളായിട്ട് ഇതിന് പ്ലാനിങ് ഉണ്ട്. ഈ ബ്രിക്സ് എന്ന് പറഞ്ഞ ബ്രിക്സ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാക്കാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. $1 നിന്ന് മാറാനുള്ള ഒരു ഇത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ റീസൺ വന്നപ്പോൾ ഇവരത് മുതലെടുക്കുക. അല്ലാതെ എനിക്കൊന്ന് ഓൾറെഡി പ്ലാൻ എല്ലാം ഉണ്ട് ഇവരുടെ കയ്യിൽ, എങ്ങനെ ചെയ്യണം എന്നുള്ള, എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള. ചൈന ഓൾറെഡി അവരുടെ കറൻസി തന്നെയാണ് ഇത്, കുറേയൊക്കെ ട്രേഡിങ് അവരുടെ കറൻസി തന്നെ, കുറേ കറൻസി ഇവരുടെ ഈ അസറ്റ് ഉണ്ട്. അതായത് US ചൈനയുടെ അസറ്റ് 1.3 ട്രില്യൺ അവർ US കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഐ മീൻ US ഡെറ്റ് അല്ലേ അവരുടെ ഇരിക്കുന്നത്, ചൈനയുടെ ഇരിക്കുന്നത് യുഎസിന്റെ ഡെറ്റ് ഉണ്ട്. അത് 1.2 ട്രില്യൺ US ഡെറ്റ് ഉണ്ട്. അത് US ട്രഷറി ചൈന മേടിച്ചിട്ടുണ്ട്. അത്
US-ന്റെ ഡെറ്റ് അത് ചൈനയുടെ ഇരിക്കുന്ന $US അത് ചൈന ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വാല്യൂ കുറയും $ന്റെ. പക്ഷെ അവരത് ഒറ്റയടിക്ക് ഡംപ് ചെയ്യത്തില്ല. ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ചൈനയെ അഫക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. അത്രയും ട്രഷറി ഇത് ഫുൾ അഫക്ട് ചെയ്യാൻ പോകുന്നത് US-നെ തന്നെ. US-നെ അഫക്ട് ചെയ്യാം. അതിപ്പോൾ ഉറപ്പല്ലേ. അതിപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉടനെ US-ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ബാക്കി ലോകത്തുള്ള എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ US ഏറ്റവും പേടിക്കുന്നത് ഇത് തന്നെയായിരുന്നു. കറൻസിയുടെ വാല്യൂ ഇടിഞ്ഞു പോകുന്നതും ഡോളറിൽ നിന്നുള്ള ഒരു ചേഞ്ചിനെയാണ് US ഏറ്റവും പേടിക്കുന്നത്. പക്ഷെ അവരുടെ വിചാരം ഇത്രയും കാലം ആരും ചെയ്യത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളതായിരുന്നു അവരുടെ വിചാരം. അത് അങ്ങനെ തന്നെ ആയിരുന്നു ഇത്രയും കാലം. പക്ഷെ എനിക്ക് ഇപ്പം എല്ലാവരും ആക്ട് ചെയ്ത് തുടങ്ങി. പറച്ചിൽ മാത്രമല്ല, ആൾക്കാർ പതുക്കെ ആക്ട് ചെയ്ത് തുടങ്ങി അതിൻ്റെ മുകളിൽ. കാരണം ആർക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ആർക്കും ഒരു ഗുണമില്ല. പക്ഷെ അപ്പോൾ അതാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ലെറ്റ്സ് 62% ഓഫ് വേൾഡിൻ്റെ ഫുൾ ഓയിൽ US-ൻ്റെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അവിടെ നിന്നല്ലേ മേടിക്കാൻ നോക്കത്തുള്ളൂ. പക്ഷേ ഇല്ല, അപ്പോൾ ഇനിയിപ്പോൾ ചൈനീസ് കറൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് മേടിക്കാമല്ലോ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് മേടിക്കാമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് എത്ര പേര് അതിൽ. ഇതൊരു പെട്രോൾ ഡോളർ സിസ്റ്റം അല്ലേ? അതായത് ആരെവിടെ നിന്ന് ഓയിൽ വാങ്ങിച്ചാലും ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അത് ചെയ്യണം. ഇനി തൊട്ട് വേണ്ട. അതാണ് ഗ്ലോബലി അക്സെപ്റ്റഡ്. ഡോളറിലാണ് എക്സ്ചേഞ്ചും കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ അതെനിക്ക് തോന്നുന്നു വേറെ ഏത് രാജ്യമെന്ന് അറിയില്ല. നമ്മൾ ഇടയ്ക്ക് സംസാരിച്ച ഓൾറെഡി ചെയ്യുന്നത് റഷ്യയാണോ? ചൈന ഓൾറെഡി ചെയ്യുന്നുണ്ട്. കുറേ രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട് ചൈന. എന്നിട്ട് പറയും തിരിച്ച് നമുക്ക് ഡോളറിന് തരണ്ട, നമുക്ക് ചൈനീസ് ഇത് തന്നാൽ മതി എന്ന്. കാരണം ചൈനയുടെ ഓൾറെഡി ഭയങ്കര വലിയ റിസർവ് ഉണ്ട് ഡോളറിൻ്റെ. അപ്പോൾ അവർക്ക് ഡോളർ വേണ്ട. അവർക്ക് ഇനി പറയണേ നമുക്ക് ചൈനീസ് തന്നാൽ മതി. അപ്പോൾ അവർ കുറേ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് ഇങ്ങനെ ബ്രിഡ്ജ് പണിയാൻ അങ്ങനെ ഇതിനൊക്കെ ആയിട്ട് അവർ കുറേ പൈസ ലോൺ കൊടുക്കും. എന്നിട്ട് തിരിച്ചത് ചൈനീസ് യുവാനിൽ മേടിക്കും. അവർ കൊടുക്കുന്ന ഡോളറിൽ എന്നിട്ട് തിരിച്ച് മേടിക്കുന്ന ചൈനീസിൽ. അവരുടെ എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ഡോളർ റിസർവ് ഉണ്ട്. ഈ വെനസ്വേലയുടെ സംഭവം എനിക്ക് തോന്നുന്നത് അത് ജസ്റ്റ് അഗൈൻ ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, ഒരു ഇത് പറയും, അപ്പോൾ ഈ സൈഡിൽ നിന്ന് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. വെനസ്വേലയുടെ സംഭവം എത്ര പോസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്ന അവർ പണ്ടേ ചെയ്തത്. വെനസ്വേല ഈ വാറിന് മുമ്പ് തന്നെ അവരുടെ കയ്യിലുള്ള സ്ഥലമാണല്ലോ. പക്ഷെ അവിടുത്തെ എത്ര ഓയിൽ ഉപയോഗിക്കാൻ പറ്റുമോ അത് എത്രയും പെട്ടെന്ന് അങ്ങനെ ഓയിൽ മാറ്റാനുള്ള 65% ഓയിലുണ്ടെന്നുള്ളൂ ആലോചിക്കുന്നത്. അത് പുള്ളി പറഞ്ഞത് ചുമ്മാ ഒരു ഇതിൽ പറഞ്ഞു പോയ റെട്ട് അല്ലെങ്കിൽ നെഗോസിയേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. കാര്യം നമുക്ക് ലിവറേജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ പണ്ടേ ഉപയോഗിച്ചാൽ. അങ്ങനെയാണ് ഈ ഡോളർ പ്രൈസ് ഇപ്പോൾ $99 $99. ചിലപ്പോൾ അതിനാണ് വെനസ്വേല അവർ എടുത്തെങ്കിലോ. അതായിരുന്നു അവരുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല PR ആയില്ലേ. വാറ തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ആരും പേടിക്കേണ്ട, ഗ്യാസ് പ്രൈസ് ഒന്നും മുകളിൽ പോകത്തില്ല ഒരു കൺട്രിയും. ഇപ്പം എല്ലാവരും US-നെ കുറ്റം പറയാനും കാരണം അതാണല്ലോ. എല്ലാവരുടെയും പോക്കറ്റിൽ അറിഞ്ഞു തുടങ്ങി. എല്ലാവരും പമ്പിൽ പോകുമ്പോൾ അത് തന്നെ ട്രംപിനും തെറി പറയും. അങ്ങനെയാണ് പമ്പിൽ കയറുന്നത്. അപ്പോൾ അത് ഉണ്ടായിരുന്ന പുള്ളി നേരത്തെ ഉപയോഗിച്ചു ആ കാർഡ്. ആരും ടെൻഷൻ അടിക്കേണ്ട, ഗ്യാസിൻ്റെ പ്രൈസ് താഴത്തേക്ക്. പുള്ളിയുടെ സംബന്ധിച്ച് പുള്ളി അപ്പോൾ ഇതിങ്ങനെ വാർത്ത പറയത്തുള്ളൂ, ഇന്ന പോലെ ഇതൊക്കെയാണ് ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. എനിക്ക് ഈ 62% US-ലേത് മാത്രമല്ല. US-ൽ മാത്രം നോക്കാനാണെങ്കിൽ മൊത്തം ഒരു 4.7% ഉള്ളൂ. അല്ല US പ്ലസ് വെനസ്വേലയും കൂടെ അല്ലല്ലോ. വെനസ്വേലയ്ക്ക് അത്രേ 17.2. അത്രേ ഉള്ളൂ. പക്ഷെ അവരുടെ വെനസ്വേലയുടെ ഓയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഹാർഡ് ഓയിൽ എന്തോ ആണ്. സാധാരണ ഓയിലല്ല, അത് റിഫൈൻ ചെയ്തെടുക്കണം. അതിന് സംഭവങ്ങൾ ബിൽഡ് ചെയ്യണം, വർഷങ്ങൾ എടുക്കും. അത് നടക്കുന്ന കാര്യമല്ല, അത് പോസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ പുള്ളി കാനഡയിലേക്ക്, ഇപ്പോൾ കാനഡയിൽ എത്ര 3-ാം സ്ഥാനം, ഇറാനെക്കാട്ടിലും ആണ്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങോട്ട് പിടിക്കാൻ വന്നാലും കാര്യമില്ല. കാരണം ഇവിടുത്തെ ഇനി റിഫൈൻ ചെയ്യണം. അത് പക്ഷേ പക്ഷെ അതിന് റിഫൈനറി ഒക്കെ നമ്മൾ കൊടുക്കുമോ ഓൾറെഡി റിഫൈൻ ചെയ്യാനായിട്ട്? റിഫൈൻ US-ലാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചു പിടിക്കുക നമ്മൾ. അല്ലെങ്കിൽ ശരി, അവർക്ക് ഡയറക്റ്റ് ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു വാറടിക്കുന്നതിനേക്കാൾ എന്ത് ഭേദം ആ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുന്ന അത്ര എളുപ്പമല്ലോ. അതിന് ഇൻവെസ്റ്റേഴ്സ് വേണം, ആൾക്കാർ റെഡി ആവണം. ഇപ്പോൾ വാറടിക്കാൻ $100 ബില്യൺ ചിലവൊക്കെ, ഇൻവെസ്റ്റേഴ്സ് ചിലവൊക്കെ എത്ര ഡോളർ? അത് പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടാണ് 53ാമത്തെ സ്റ്റേറ്റ് ആവുന്നതെന്ന് ചോദിച്ചത്. പിന്നെ അതും പറയാൻ US-ന്റെ റിലേഷനും നല്ലതല്ല. ഇപ്പൊ നല്ലതല്ല. ഇപ്പൊ ഇത്ര ഇത് പുള്ളി പറഞ്ഞത്, അതായത് കാട്ടുതീ കാരണം സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് ടാരിഫ് കൂട്ടാൻ പോവാന്ന്. എന്ത് ദുരന്തം ആലോചിക്കണം. ഇവിടെ കാലിഫോർണിയയിൽ വർഷം തീ നടക്കും, US-ൽ എല്ലായിടത്തും നടക്കും. അവർ ചോദിക്കാതെ കാനഡയിൽ നിന്ന് ഫയർ ഫൈറ്റേഴ്സ്, ഇവിടുത്തെ ജെറ്റും എല്ലാം കൊണ്ട് ഒരു കാനഡിയൻ മരിച്ചിട്ടുണ്ട്. കാനഡിയൻ ഫയർ ഫൈറ്റർ അവിടെ പോയി ഫയർ ഫൈറ്റ് മരിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചിട്ടൊന്നുമില്ല ഇന്നവരെ ആളെ വിടാം. പക്ഷേ കാനഡയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകും, അവരെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഒരു തീ പിടിച്ചപ്പോൾ അയാൾ പറയാം, നിങ്ങൾ എന്ത് കാണിക്കുന്നത്, നിങ്ങളുടെ തീ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തൊരു നെയ്ബർ, എന്തൊരു മനുഷ്യനെയാണ്. ഇയാളെ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല, രാജ്യത്തിനും ഗുണമില്ല, നെയ്ബേഴ്സിനും ഗുണമില്ല, ആർക്കും ഒരു ഗുണമില്ലാത്തൊരു മനുഷ്യൻ. എനിക്ക് പുള്ളിക്ക് പൈസയോടുള്ള എന്തോ ഒരു ഈവൻ നമ്മൾ വേൾഡ് കപ്പിൽ പറയാൻ പറഞ്ഞതാ. ആ കഴിഞ്ഞപ്പോൾ വേൾഡ് കപ്പിൽ ഒരു എമൗണ്ട് ഇല്ലായിരുന്നു, അതിന്റെ ഒരു പേഴ്സൻറ്റേജ് ടാക്സ് ആയിട്ട് പിടിച്ചു. ടാക്സ് ആയിട്ട് എടുക്കും. $13 മില്യൺ എന്തോ. 51 മില്യൺ ആണ് വേൾഡ് കപ്പിന്റെ പ്രൈസ് എമൗണ്ട്. പക്ഷെ ടാക്സ് കഴിഞ്ഞ് എനിക്കൊന്ന് അവർക്ക് 13 മില്യണോളം ടാക്സ് കാര്യങ്ങളെല്ലാം പോകും. എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അവർക്ക് കയ്യിൽ 20 മില്യൺ അങ്ങനെ എന്തോ ഇവർക്ക് കിട്ടുന്നുള്ളൂ, സ്പെയിനിന് കിട്ടത്തുള്ളൂ. അത് അവിടെ പൈസ അടിച്ചു, അവിടെ പൈസ അടിച്ചു. പക്ഷെ അത് ഇവരുടെ ഇതാണ്, അത് ഇവരുടെ ടാക്സിന്റെ അകത്തുള്ള ഒരു ലോ ആണത്. ഇതുപോലുള്ള പ്രൈസ് മണിക്ക് ടാക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. USA വന്നിട്ട് ആരെങ്കിലും കാശ് ഉണ്ടാക്കുവാണെങ്കിൽ, ഇൻകം ഉണ്ടാക്കുവാണെങ്കിൽ
US ഓയിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ടാക്സ് IRSന് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ ഈ ഓയിലിന്റെ ബേസിൽ ഇവർ തീരെ ഡെസ്പറേറ്റ് ആകുവാണെങ്കിൽ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇവർ ഇസ്രായേലിനെ കൈവിടുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു സംശയം ശരിയാണ്. കാരണം അതായത് ഇപ്പൊ നോക്കാനാണെങ്കിൽ നാറ്റോയിലെ ഒരു കൺട്രി ഇസ്രായേൽ സപ്പോർട്ട് ഇല്ല, ആകെപ്പാട് US മാത്രമേ ഉള്ളൂ. പക്ഷേ US ബാക്കിയുള്ള നാറ്റോയുടെ കൺട്രീസിന് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ വാർ സ്റ്റാർട്ട് US ഏതിനായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ അതുമില്ല. ഇസ്രായേലിനെ കഴി ഒഴിഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക്. ഈ ഒരു പോയിന്റിൽ ആൾക്കാർ ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നല്ല പറയുന്നത്, US ഇറാൻ യുദ്ധം എന്നാണ് പറയുന്നത്. ഇസ്രായേൽ തുടങ്ങി വെച്ചെന്നുള്ളൂ. ഇസ്രായേൽ രണ്ട് പറഞ്ഞു ഓക്കെ ടാറ്റ ബൈ ബൈ നിങ്ങൾ നോക്കോളം പറഞ്ഞ് പോയി. ഇപ്പോൾ അവർ തമ്മിലുള്ള യുദ്ധമായി. ആൾക്കാർ ഇപ്പോൾ ഒരിക്കലും ഓൺലൈനിൽ എല്ലാ ന്യൂസിന്റെ ഹെഡിങ് നോക്കുമ്പോൾ US ഇറാൻ യുദ്ധം എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധമൊന്നുമില്ല. അപ്പോൾ ഇസ്രായേലിനെ കൈവിട്ടിട്ടും കാര്യമൊന്നുമില്ല. ഒരു മീൻ ഭയങ്കര ഇതായിരുന്നു, ട്രംപ് ഇപ്പൊ കത്തിക്കുന്നു പറയുമ്പോൾ സൈഡിൽ കൂടെ ഇസ്രായേൽ വന്നിട്ട് തീ കൊടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ഒരു മീമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാ സംഭവിച്ചത്. അവരില്ല ഫ്രെയിമിൽ, അവരെന്നിട്ട് സൈഡിൽ കൂടെ നിന്ന് മൂലക്കൂടെ നിന്ന് അപ്പുറത്ത് അടിച്ചോണ്ടിരിക്കും. ലെബനോൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും, അവിടെ ആൾക്കാരെ ദിവസവും കൊണ്ടോണ്ടിരിക്കുന്നു, ടിയർ ഗ്യാസ് ഇട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഇതിപ്പോ ഇവർക്ക് പറയാലോ ഇസ്രായേലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഞങ്ങൾക്ക് ഇത് വാർ കണ്ടിന്യൂ താല്പര്യം എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ഞങ്ങൾ ഇസ്രായേലിന്റെ കണക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തോറ്റുന്നില്ല. അപ്പൊ US തോറ്റു സംഭവിക്കില്ല. അത് അത്രയും യൂസിന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ യൂസിന് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു അവർക്ക്. പക്ഷെ അവർക്ക് ആ ഒരു ഇതുണ്ട്, ഇത്രയും കാലം അവർക്ക് ആരും പേടിക്കണ്ടായിരുന്നു, അവർക്ക് വേണ്ട കാര്യം അവർ എടുക്കുന്നു എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇറാൻ അതുപോലെ ചെറിയൊരു ഇതാണെന്ന് വിചാരിച്ചാണ് അവരോട് ചെന്നത്. പക്ഷെ ചെന്നപ്പോൾ ഇറാനാണെങ്കിൽ ബാക്ക് ഓഫ് ചെയ്യുന്നില്ല, ഇറാനാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നതിന് 4 തിരിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായി കൈവിട്ട് പോയി എന്നുള്ള കാര്യം. 10-20 ഫൈറ്റർ ജെറ്റ് എന്തോ ഇറാൻ അടിച്ചിട്ടുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു യുഎസിന്റെ. പക്ഷെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ US ഇറാൻ അടിക്കുമ്പോൾ ഇറാൻ അടിക്കുന്നത് പറഞ്ഞാൽ അടുത്തുള്ള ഗൾഫ് കൺട്രീസാണ്, കുവൈറ്റ്, ഖത്തർ, അവർക്കിട്ടാണ് കൊടുക്കുന്നത്. അവർക്കും എത്ര കാലം ഉണ്ടായിരിക്കാൻ പറ്റും? US സീനില്ല, US ഇങ്ങനെ ദൂരെ കിടക്കും, അവർക്കാണെങ്കിൽ ഒരു അടിയും കിട്ടത്തില്ല ഡയറക്റ്റ്ലി. അടുത്ത് കിടക്കുന്ന ഗൾഫ് കൺട്രീസിനൊക്കെയാണ് അടി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർ എത്ര കാലം ഇങ്ങനെ അടച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. അവരാണെങ്കിൽ ഇപ്പോൾ അവിടെ US-ന്റെ ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ ഇവരവിടെ പേടിക്കുന്നത്. അവർ US-നെ പുറത്തോട്ട് തള്ളിവിടാൻ. അതെ, അവിടുത്തെ US-ലെ ഗൾഫ് കൺട്രീസിലുള്ള മിക്ക US ബേസും ഇറാൻ അടിച്ച് ഇല്ലാണ്ടാക്കി. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഒരു ഡീസാലിനേഷൻ പ്ലാൻ അവർ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഇനിയും വരാൻ പോകുന്ന വല്ല പവർ പ്ലാന്റോ വല്ല ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ഇടും. പക്ഷെ അവരിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഇറാൻ. പക്ഷേ ഇനി വേറെ വഴിയൊന്നുമില്ലെങ്കിൽ അവർ ചെയ്യായിരിക്കും മിക്കവാറും. US മിലിറ്ററി ബേസിൽ അവർ അറ്റാക്ക് ചെയ്യുന്ന പറയുന്നുണ്ട് ജോർഡനിലുള്ള. എനിക്കൊന്ന് ഇവൻ റഷ്യ ഇതിൽ ഇൻവോൾവ് ആയെന്നൊക്കെ ഭയങ്കരമായിട്ട് കോൺസ്പിറസി നടക്കുന്നുണ്ട്. റഷ്യക്ക് പണ്ടോട്ടേ ഉണ്ട്. റഷ്യ 100% സപ്ലൈ ചെയ്യുന്ന ആരാ? ഇറാനിൽ അൺലിമിറ്റഡ് മിസൈലും എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത് റഷ്യ. കാരണം റഷ്യയുടെ ഇറാൻ്റെ ഇടയ്ക്ക് ഒരു സീ ഉണ്ട്, കാസ്പിയൻ സീ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബോർഡാണ്, റഷ്യ ഇറാനും മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്നുള്ള ആരുമില്ല. അതുവഴി ആരെന്ത് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല. അതുമായിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈന, വേണമെങ്കിൽ ചൈനയിൽ നിന്ന് വേണമെങ്കിൽ കടത്താം. റഷ്യ നല്ല രീതിയിൽ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും അതാ കാണുന്നത്. കാരണം ബാക്കിൽ നല്ല കളി. കാരണം എന്താ? കാരണം യുക്രൈൻ റഷ്യൻ വാറിൽ US ആണെങ്കിൽ നിർത്താതെ യുക്രൈനെ ആം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറാനെതിരെ US-നെതിരെ ഇറാൻ നിൽക്കുമ്പോൾ റഷ്യ ആണെങ്കിൽ നിർത്താതെ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരെല്ലാം എനിക്ക് തോന്നുന്നു ഒരു ഇത് കിട്ടാൻ നോക്കിയിരിക്കുവായിരുന്നു. കറക്റ്റ് അപ്പോഴായിരുന്നു ഇവിടെ കൊണ്ടുപോയിട്ട് പണിയും കൊടുത്തത്. ഇന്ത്യ പാകിസ്ഥാൻ വാറാണെങ്കിൽ കൂടി സപ്പോർട്ട് ചെയ്യുന്ന മൊത്തം റഷ്യ, ഇന്ത്യ സപ്പോർട്ട്. പക്ഷേ മറ്റിടത്ത് പുള്ളി മിഡിൽ നിന്ന് കളിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഒരു സപ്പോർട്ടില്ല. അവിടെയല്ല ഇവിടെ എല്ലാത്തും സപ്പോർട്ട് ചെയ്തില്ല US നിന്നിരുന്നത്. അതെ, ഇവിടെ ഇന്ത്യ സപ്പോർട്ട് ചെയ്ത ഫുള്ള് റഷ്യയും പിന്നെ ഇസ്രായേലും. അത് പറയണം കേട്ടോ. അത് ഇസ്രായേൽ അല്ല, ഇന്ത്യ നല്ല സപ്പോർട്ടാണ് ഇസ്രായേൽ. ഇന്ത്യയുടെ അല്ല, അത് പറഞ്ഞല്ലോ സപ്പോർട്ട് പോയാലും നമുക്ക് ചെറിയൊരു രാജ്യത്തിന്റെ സപ്പോർട്ട് ഉണ്ട്. അവിടെ ആകെ 1 ഇത്രയും ബില്യൺ ആൾക്കാരേ ഉള്ളൂ. പേര് ഇന്ത്യ. ജെഡി വാൻസ് ഒന്ന് ഭീഷണിപ്പെടുത്തി ഇസ്രായേലിനെ. അത് സൂക്ഷിക്കണം. സ്റ്റോറിയുടെ ഇതൊക്കെ എടുത്ത് നോക്കണം. അവിടെ ഫുള്ള് സപ്പോർട്ട് ഫ്രം ഇന്ത്യ, സപ്പോർട്ട് ഫ്രം ഇന്ത്യ. അതാണ് എനിക്ക് ഇന്ത്യക്കാര് ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഇന്ത്യക്കാർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും നീ ഒരു ഇസ്രായേലിൽ പോയിട്ട് നീ ഇന്ത്യക്കാരാന്ന് പറഞ്ഞു നോക്കിയേ, നിന്നെ തുപ്പി നിന്നെ മോത്തടിക്കാൻ പറ്റും. കാരണം ഇന്ത്യക്കാരൊക്കെ ഐഡൽ വർഷിപ്പേഴ്സാ, അവരെല്ലാം ചാവണമെന്നാണ് ഇസ്രായേലിലുള്ളവർ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി ഇസ്രായേൽ മദർലാൻഡ്, ഞങ്ങളുടെ ഫാദർലാൻഡ്. ഈ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഹസ്ബൻഡ് ജൂ ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അത് സഞ്ജീവ് ഗാന്ധി അല്ലേ? അല്ല, സഞ്ജയ് ഗാന്ധി അത് മോനാ. പുള്ളിയുടെ ഹസ്ബൻഡ് ഏതായിരുന്നു, ഏതൊരു ഗാന്ധി ആയിരുന്നു. പുള്ളി ജൂ ആയിരുന്നു. എന്ന് വെച്ചാൽ ജൂ എക്സാക്ട് ജൂ അല്ല, അതിൽ സിയോൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അതിന്റെ ഭാഗമാണ് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു ഇത് കൂട്ട ആൾക്കാരാണ്. അപ്പം അത് കാരണമൊക്കെയാണ് കുറേ സംഭവങ്ങൾ ഇന്ത്യയിൽ അന്ന് പണ്ട് നടന്നതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പുള്ളി ഇതിൻ്റെ ഒരു സപ്പോർട്ടറായിരുന്നു. എന്നുവെച്ചാൽ ആർക്കും അറിയത്തില്ല ഇങ്ങനത്തെ ഒരു റിലീജിയൻ ഉണ്ടെന്ന് പോലും. അങ്ങനത്തെ ഒരാളായിരുന്നു പുള്ളി. അത് കഴിഞ്ഞിട്ട് പുള്ളീനെ കല്യാണം കഴിച്ച പിന്നെ പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിട്ട് ചെയ്യുന്നു. അത്രയും നാൾ ഭയങ്കര ഒരു സ്ട്രോങ് ലീഡർ, എന്താ പറയുക, ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരാൾ. ആ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരത്തി കുറേ സംഭവങ്ങൾ ചെയ്യുന്നു. ഇന്ത്യ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ ആയി പോകുന്നു. BJP അന്നില്ലായിരുന്നു, ജനതാ പാർട്ടിയുടെ ആൾക്കാരെ പിടിച്ച്
ഇതാകുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആൻഡ്രൂ ടേറ്റിനെ അന്ന് പിടിച്ചകത്താക്കിയ പോലെ അന്ന് വോയിസ് ഇറക്കുന്നവരെ എല്ലാവരെയും അകത്താക്കുമായിരുന്നു. അവരാണ് ഫ്യൂച്ചർ ലീഡേഴ്സ് ആവുന്നത്. എന്ന് വെച്ചാൽ ലീഡർ ആവാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ പിടിച്ച് എല്ലാവരെയും പിടിച്ച് ചുമ്മാ ഒരു റീസണും ഇല്ലാണ്ട് അകത്താക്കണം. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വന്നത് ഈ കല്യാണത്തിന് ശേഷമാണ്. ഈ പുള്ളി ഇങ്ങനത്തെ ഒരു ബിലീവ് ഉള്ള ഒരാളായിരുന്നു, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഓക്കെ. സോ അഗൈൻ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റ് റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഡിസ്കവർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കമൻസും സംഭവങ്ങളെല്ലാം നമ്മുടെ കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ, ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്ലിപ്പ് കണ്ട ആൾക്കാരാണെങ്കിൽ ആ ഒരു ക്ലിപ്പിൽ നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ അത് പറഞ്ഞറിയിക്കുക. അപ്പോൾ ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ആണ്. എല്ലാ ഫ്രൈഡേയിലാണ് ഞങ്ങൾ പോഡ്കാസ്റ്റ് ലൈവ് വരുന്നത്. ഇവിടുത്തെ എനിക്ക് ഒന്ന് ഒരു രാത്രി 9 മണി അല്ലെങ്കിൽ 8 മണി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അതിരാവിലെയാണ്. അതിരാവിലെ അല്ലേ? രാവിലെ 7 മണി അല്ലെങ്കിൽ 7 മണി 6-7 മണി. സോ അപ്പോൾ നമ്മൾ റാപ്പപ്പ് ആണ്. ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ, ബൈ.